നീ ശീലമാക്കിയെടുക്കേണ്ടത്. മൂന്നാമത്തത്, ബന്ധം ചേർത്തിരുന്ന നല്ല കുടുംബങ്ങളിൽ ബന്ധവിച്ഛേദനം വന്നുപോയാൽ, ബന്ധം മുറിഞ്ഞുപോയാൽ അത് ചേർക്കാനുള്ള മനസ്ഥിതി ഉണ്ടാകണം. ആ നല്ല സ്വഭാവവും ഈ 3 തരത്തിലുള്ള സ്വഭാവവും സൽ സ്വഭാവത്തിന്റെ വലിയ അടയാളങ്ങളാണ്. ഹുസ്നുൽ ഖുലുഖോടെ ജീവിക്കുന്ന മനുഷ്യന്മാരുടെ മീസാന്, അതിന്റെ തുലാസ് ഇങ്ങനെ കനം തൂങ്ങിപ്പോകുമ്പോ എന്താണ് അതിന്റെ കാരണം എന്ന് കണ്ടു നിൽക്കുന്ന ആളുകൾ ചോദിക്കുമ്പോ മലക്കുകൾ പറയും മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന്റെ സ്വഭാവമാണ്. നാളെ ആഖിറത്തിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്തിരിക്കണോ? തങ്ങൾ എന്തേ പറഞ്ഞത്? ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ, നിങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ, വ അഖറബിക്കും മിന്നീ മജ്ലിസൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എൻ്റെ അടുത്ത് വന്നിരിക്കാൻ കഴിയുന്നവര്, അഹാസിനുക്കും അഖ്ലാഖാ, നല്ല സ്വഭാവത്തോടെ ജീവിക്കുന്നവരാണ്. നല്ല സ്വഭാവത്തോടെ ജീവിക്കുന്നവർക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുപ്പം കിട്ടുന്നത്, അടുത്തേക്ക് അടുക്കാൻ കഴിയുന്നത്. നമ്മളെ ആഗ്രഹമല്ലയോ തങ്ങളെ ഒന്ന് കാണലും അടുത്തിരിക്കലും ഒന്ന് മുസാഫഹത്ത് ചെയ്യലും അടുപ്പം പാലിക്കലും, അതിന് സ്വഭാവങ്ങളും ശൈലികളും ഒക്കെ ഒന്ന് പരിഷ്കരിച്ച് അവിടുന്ന് പഠിപ്പിച്ച നല്ല സ്വഭാവങ്ങൾ സ്വീകരിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മജ്ലിസ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുന്നു. ദുആയിലേക്ക് പ്രവേശിക്കാണ്. ഇനിയും മുന്നോട്ട് പോയാൽ പോകാനുള്ള വണ്ടി പോകും. അതൊരു പേടി. അല്ലാഹു തആല നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. ഒരു ഭാഗവും പറഞ്ഞു എത്തിക്കാൻ കഴിയൂല, എന്നാലും ബറക്കത്തിനൊന്ന് പറഞ്ഞതാണ്. മഹ്ശറിൽ രക്ഷപ്പെടുന്ന വിഭാഗത്തിൽ അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ സദസ്സ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ബറാഅത്തിന്റെ രാവാണ്, ദുആഇന് ഇജാബത്ത് കിട്ടും എന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു എണ്ണി പഠിപ്പിച്ച 5 രാവുകളിൽ ഒരു രാവാണ് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. ശഅബാൻ പകുതിയിലെ രാവ്. കുറെ ദ്വാരുന്നു, അതുകൊണ്ട് ആ ദ്വാരുന്നതൊക്കെ മദീന്ന് വെക്കരുത്. കുറെ ദ്വാരുന്നതൊക്കെ മദീന്ന് വെക്കരുത്. എത്ര ചോദിച്ചാലും മടുക്കാത്തവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. നമ്മളെ ചോദ്യം എത്രമാത്രം ആത്മാർത്ഥതയോടെയാണോ എന്നാണ് അള്ളാഹുവിന്റെ നോട്ടം. എത്ര അധികം ചോദിച്ചു എന്നുള്ളതല്ല, എത്ര ആത്മാർത്ഥമായി ചോദിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടല്ലേ 30 കൊല്ലം ദ്വാരുന്നിട്ടും ഒരാൾക്ക് ഉത്തരം കിട്ടാതിരുന്നപ്പോ മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, മൂസാ നബിയെ, ഞാൻ 30 കൊല്ലമായ ഒരു മുറാദ് അള്ളഹാനോട് ചോദിക്കുന്നത്, എത്ര ചോദിച്ചിട്ടും പടച്ചോനെ തരുന്നില്ലല്ലോ എന്ന്. അപ്പൊ അള്ളാഹുത്താല ചോദിച്ചു മൂസാ നബിയെ, അള്ളാഹുത്താലാണ് മൂസാ നബി ചോദിച്ചു. മൂസാ നബി അലൈഹി സ്വലാം 2 റക്അത്ത് നിസ്കരിച്ച്, പടച്ചോനെ, നിന്റെ ഒരു സാധുവായ അടിമ 30 കൊല്ലമായ ഒരു ചോദ്യം ചോദിച്ചിട്ട് നീ എന്താ കൊടുക്കാത്തത്? അപ്പൊ അള്ളാഹുത്താല പറഞ്ഞു അദ്ദേഹത്തോട്, മനസ്സിരുത്തിയൊരു ചോദ്യം കൊണ്ട് ചോദിക്കാൻ പറയൂ. മനസ്സിരുത്തി മനസ്സ് എന്നിലേക്ക് തിരിച്ച് ഇഖ്ലാസോടെ ശ്രദ്ധാപൂർവം ഒരു ചോദ്യം ചോദിക്കാൻ പറയൂ. മൂസാ നബി അലൈഹി സ്വലാം വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ മറ്റു ചിന്തകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് നേർക്ക് നേരെ നല്ല കൽബോടെ ഒന്ന് ചോദിക്കുക, അല്ലാഹു തആലയോട് ഇന്ന് തന്നെ തരുന്നു പറഞ്ഞു. അന്നത് ചോദിച്ചു, അന്ന് തന്നെ കിട്ടി. കണ്ടാ, 30 കൊല്ലം ചോദിച്ചത് ഇപ്പൊ അവസാനം വെറുതെ ആയില്ല. ചോദ്യം ഏത് രൂപത്തിൽ ആത്മാർത്ഥമായിട്ട് വരുന്നു എന്നതിനാണ് അല്ലാഹു തആല നമുക്ക് ഇങ്ങനെ ചാൻസുകൾ കൂട്ടി തരുന്നത്. ദുആഇന് നല്ല മനസ്സ് അല്ലാഹു നമുക്ക് ഏറ്റി തരട്ടെ. നല്ല മനസ്സോടുകൂടെ അല്ലാഹുവിലേക്ക് ദുആ ചെയ്യുക. ആത്മാർത്ഥമായ ഖൽബോടെ ദുആർക്കുക. അല്ലാഹു ദുആ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഉത്തരം കിട്ടുന്നൊരു രാവാണ്. സുബഹിക്ക് മുമ്പ് എല്ലാവരും എഴുന്നേൽക്കുമല്ലോ, അപ്പോഴും ദുആരക്കണം. ദുആഇന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വഖ്താണ് വഖ്തുസ് സഹർ, അത്തായത്തിന്റെ സമയം. ദുആഇന്റെയും ഖുർആനോത്തിന്റെയും ഒക്കെ ഏറ്റവും ശ്രേഷ്ഠമായ സമയമായ ആ സമയത്ത് അള്ളാഹുവിലേക്ക് 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് നമ്മൾ ദുആർക്കുക. ഒരു ചെറിയ നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം 2 റക്അത്തെങ്കിലും നിസ്കരിച്ച് അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി ദുആർക്കുക. പവിത്രമായ രാവുകളിൽ മഹാന്മാര് സുബഹി വരെ ദിക്റും ദുആഉം നടത്തിയിട്ട് രാത്രി ഹയാത്താക്കിയവരാണ്. അവരെ കൽബ് ഉണർത്തിയവരാണ്. മറ്റൊന്നിലേക്കും കൽബിന് അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധ തിരിക്കാതെ ദിക്റുകൾ ചൊല്ലി, ഒന്ന് കഴിഞ്ഞപ്പോ അടുത്തൊന്ന് കഴിഞ്ഞപ്പോ അടുത്തൊന്ന്, അങ്ങനെ ചൊല്ലി കൊണ്ടുവന്ന് ദിക്റ് ധാരാളം ചൊല്ലി, ദുആഉം ഒരുപാട് ദുആർന്ന് അങ്ങനെ ഈ രാത്രി ഹയാത്താക്കിയിട്ട് സുബഹി വരെ അവര് രാത്രി എത്ര പെട്ടെന്ന് കഴിഞ്ഞു പോയി എന്ന് അവർക്കെന്നറിയില്ല. അത്രയും